രാജ്യം കാത്തിരിക്കുന്ന വിധി നാളെ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാവിലെ 11-ന് വിധി പറയും. കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള 10 പ്രതികൾ കുറ്റക്കാരാണോ എന്നതിലാണ് നിർണായക വിധി. കൂട്ടബലാത്സംഗം, ബലാത്സംഗ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിലാണ് 8.25 വർഷം നീണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിധി പറയുന്നത്. കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ യുവനടി ആക്രമിക്കപ്പെട്ടത് 2017 ഫെബ്രുവരി 17 രാത്രി. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത് SIT അന്വേഷിച്ച കേസിൽ വിചാരണ നേരിട്ടത് 10 പ്രതികൾ. രാജ്യത്തെ ക്രിമിനൽ കേസുകളുടെ ചരിത്രത്തിലാദ്യമായി കൂട്ടബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയതിന് പ്രതിചേർക്കപ്പെട്ട നടൻ ദിലീപാണ് കേസിലെ പ്രമുഖൻ. ചുമത്തിയത് കൂട്ടബലാത്സംഗത്തിനുള്ള ക്രിമിനൽ ഗൂഢാലോചന കുറ്റം. 1-ാം പ്രതി കൊട്ടേഷൻ ഗുണ്ടാ നേതാവ് പൾസർ സുനി, മാർട്ടിൻ ആന്റണി, വിജീഷ് VP, വടിവാൾ സലീം, പ്രദീപ്, ചാർലി തോമസ്, മേസ്തിരി സുനിൽ, ശരത് G നായർ തുടങ്ങിയവർ മറ്റ് 8 പ്രതികൾ. SIT ചുമത്തിയത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376D, 120A, 120B, 354, 354B, 201, 212 വകുപ്പുകൾ അനുസരിച്ച് കൂട്ടബലാത്സംഗത്തിനുള്ള ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ 12 കുറ്റങ്ങൾ. പ്രതികൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവ്. സെഷൻസ് കേസ് നമ്പർ 118/2018 2018 മാർച്ച് 8 മുതൽ ആരംഭിച്ച വിചാരണ 7 വർഷവും 9 മാസവും പൂർത്തിയാകുമ്പോൾ വിധി. 261 സാക്ഷികളെ വിസ്തരിച്ച ഡിജിറ്റൽ തെളിവുകളുള്ള കേസിൽ വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ്. പ്രതികൾ കുറ്റക്കാരാണോ എന്നതിലാണ് നാളെ വിധി. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന പ്രതികളുടെ ശിക്ഷാവിധിയിൽ വിചാരണ കോടതി പിന്നീട് വാദം കേട്ട് തീരുമാനമെടുക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.